കട പോകുന്നത്. ബ്രിട്ടാസ് ബീച്ച്. ഓ ഇയാള് പ്രിങ്കിൾസും വെറും ജ്യൂസ്. ഇവിടെ എവിടെയാണ് സ്ഥലം അതുകൂടെ പറയോ? നമ്മളിങ്ങോട്ട് പോകുന്നേ മല കടന്ന് റോഡ് കടന്ന് കാർ ഓടിക്കുന്ന പുതിയ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ വേറെ ഒരാളുണ്ട്, ഒരു ബീച്ച് ഗേൾ. നിങ്ങൾക്ക് കുടിക്കാൻ കോക്കനട്ട് വാട്ടർ. വേറെ എന്തെങ്കിലും ഗ്ലൂക്കോസിന്റെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ ചേട്ടാ. അത് പോകുന്നത് രാത്രി 7 മണി. വിശക്കണു മിണ്ടാതിരിക്കും. ഇവിടെ വിശക്കണു കേറിയപ്പോഴേക്ക് വിശക്കണു. കുറച്ച് ശ്വാസം ഡീപ് ബ്രീത്ത് എടുക്ക്. പണ്ട് നമ്മള് മറ്റേ പനിയൊക്കെ വന്നതിന് ശേഷം ലാസ്റ്റ് തരുന്ന സാധനം ഗ്ലൂക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പോവുകയാണ്. നബി ചേച്ചിക്ക് ഹെൽത്ത് ചെയ്തുകൊണ്ട് ബീട്രൂട്ട് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ബീട്രൂട്ട് ജ്യൂസ് വെളുത്തിട്ട് പാറാൻ. ബീക്കണിന്റെ അവിടെയുള്ള ഡാൻസാണ്. ഇതിന്റെ നമ്മൾ പാർട്ടിയിലില്ല ഇവര് ജെൻസിയോ അങ്ങനെ എന്തിട്ടൊക്കെയാണ് സാധനം. ജെന്നാൽഫിയാന്നൊക്കെ പറയുന്നത്. ഇവരുടെ ഭാഷയിൽ എന്തിട്ടൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്ത പറയുന്നത്. അതൊന്നല്ല നിങ്ങൾ ഇപ്പൊ റെഡി പറഞ്ഞ ഹായ്. പിന്നെ ത്രില്ലാലോ ത്രുലാലോ ഇവരുടെ മീറ്റ് ചെയ്യാൻ കാണാൻ പറ്റുമായിരിക്കും. ഇതെവിടെ നമുക്ക് കണ്ടുപിടിക്കണം? നിങ്ങൾ തള്ളലോട് തള്ളൽ തള്ളലോട് തള്ളൽ ഒരു സ്റ്റാൻഡ് എടുത്തായിരുന്നല്ലേ? ഇവനെ കൊറേ റീൽസ് കണ്ടാതിട്ടുള്ള പാട്ടുകളാ. പ്രിങ്കിൾസും ഇതാണല്ലോ. പിന്നെ കുഴപ്പമില്ല. ഇതൊക്കെ എന്നിട്ടാ ഇവിടെ പോയിക്കാനാ ഫ്രണ്ടിൽ വെക്കാനാ? ചക്കരക്ക് ഇങ്ങനത്തെ ഒരു പോട്ടി പണ്ടുണ്ടായിരുന്നില്ലേ? ചക്കര ഇങ്ങനെ ഇങ്ങനത്തെ അറിയട്ടെ നാട്ടുകാര് ജെൻസി ആൽഫ് അത് നിങ്ങൾ ജെൻസി ആൽഫ് അല്ലേ?
വിശപ്പും ദാഹമൊക്കെ സഹിച്ചിരിക്കണം. കുളിക്കല്ലോ എന്നിട്ട് ഇവര് അവിടെ പോകുമ്പോ മറ്റേ ത്രൊല്ലലീനെ കളവ് ഷൂസ് ഇട്ട എന്തിനാണ് ഷാർക്കാ നമ്മള് let's start the party. Okay guys, are you ready to rock? രാത്രി നമ്മള് ഈ സാധനം ട്രൈ ചെയ്യാം. Cocktail ആണ്, cocktail mix. ഇത് മാംഗോ അല്ലേ? ചില്ലി മാംഗോ. ചില്ലി മാംഗോ. പക്ഷെ ചെറിയ എരിവുണ്ട്, ചെറിയ കഴിക്കും. കൊള്ളാം. പറഞ്ഞ പോലെ നീ എന്തിട്ടാ കഴിക്കണേ? ബീക്കുള്ള ഡാൻസിനോട് വിട പറഞ്ഞ് നമ്മൾ അടുത്തതായി നമ്മുടെ ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഞങ്ങള് എത്ര പേരുണ്ട് തള്ളാൻ കുഴപ്പമില്ല. നമുക്ക് ത്രല്ലല്ലോ ജെൻ ആൽഫനെ കൂടെ തെളിപ്പിക്കാം. തെളിപ്പിക്കാം. പ്രിങ്കിൾസ് 2 പ്രിങ്കിൾസ് ഒക്കെ ഉണ്ട് ജെൻ ആൽഫയുടെ കയ്യിൽ. ഞങ്ങൾ കാറിലിരിക്കും, നിങ്ങൾ തള്ളു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വണ്ടിയിൽ നിന്ന് തള്ളുണ്ട്. ഇനി നിങ്ങളുടെ അഭ്യാസ പ്രകടനം കൂടെ. ആ തള്ളലല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. കായികത്വരം അങ്ങനെ തന്നെയാണ് പറയാ. കായികപരമായിട്ട് നേരിടണം. നമ്മൾ M50-ലേക്കാണല്ലേ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ M50-ലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രവേശിച്ചു അതിന്റെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. ടാറ്റ ഹോസ്പിറ്റൽ. നമുക്ക് പിന്നെ കാണാം. പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ ഓരോ ഫിലിമിന്റെ ചില പാട്ടുകളുടെ ഇത് അങ്ങനെയൊക്കെ ഇടുക. ഇപ്പൊ എല്ലാവർക്കും അത് മതി. അല്ല, പണ്ട് നോക്കിയയുടെ ഫോണില് റിംഗ് ടോണിന്റെ മ്യൂസിക് കിട്ടാൻ വേണ്ടി കുറെ കീവേഡ്സ് ഉണ്ട്. കീവേഡ്സ് അപ്പൊ മ്യൂസിക് വരും. അത് മാത്രല്ല, പണ്ട് ഹലോ മൂവി ഇറങ്ങി ഓർമ്മയുണ്ട്, ഒരു മോഹൻലാലിന്റെ സിനിമ. അതിനുശേഷമാണ് ഈ റിംഗ് ടോൺ പല സൗണ്ടുകൾ. ഹലോ ഈ വണ്ടി എടുത്തുകൂടെ ഒരാളെ പേടിയാവണത് നമ്മളത്തേക്ക് ചേർന്ന് വരണ പോലെ ചേർന്ന്. ഞങ്ങൾ അന്ന് വന്നപ്പോ ഇതിന്റെ ഒരു ബോർഡ് കാണിച്ചു. പക്ഷെ ഇവിടുത്തെ സർക്കസിലേ നമ്മള് പച്ചക്കേട് ഗാവോ നല്ല റോഡല്ലേ. കരയുന്ന കുട്ടി. ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങണം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബീച്ച് വ്യൂ. ബീച്ച് ബാഗ്. ഇതാ ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു മദാമ. നീ വൈൻ ഒഴിക്കുവോ? ഇല്ല, കഴിക്കില്ല. ഞാൻ ഗ്ലാസ് കൊടുത്തില്ല. ഈ ബോൾ എടുത്തിട്ട് വന്നേ. തവളയുണ്ട്, തവളയുണ്ട്, പല്ലിയുണ്ട്. പിടിക്കുന്നില്ല, മോന്നര പിടിക്കുന്നു.
കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിക്ലോയില് ഇവിടെ ബ്രിട്ടാസ് ബേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആണോ, ബ്രിട്ടാസ് ബേ. ഇവിടെ ബീച്ചുണ്ട്. ഈ ബീച്ചിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി ബീച്ച്. റീൽസ് അല്ലല്ലോ, ചേട്ടൻ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞത്. അങ്ങനെ അവിടെ വന്നു. ഏതാ ബീച്ച്? ബ്രിട്ടാസ് ബേ. അടിപൊളി. ഇവിടെ മണല് നമ്മള് വരുമ്പോ ഒരു ഇങ്ങനത്തെ ചെരുപ്പ് കൊടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചെരുപ്പിട്ട് നടക്കരുത്, എങ്കിൽ നടക്കാൻ നല്ല കഷ്ടപ്പാടായിരിക്കും. നല്ല നല്ല തരിതരിന്നുള്ള മണലാണ്, പഞ്ചാര മണൽ. നല്ല തരിതരിന്നുള്ള ചെരുപ്പിടാതെ നടക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഷൂസ് ഇട്ട് വരുന്നവർ ഒരു എക്സ്ട്രാ ഇങ്ങനത്തെ ചെരുപ്പ് വെച്ചായിരിക്കും നല്ലതാണ്. ബുദ്ധിപരമായിട്ട്. കാരണം ഇവിടെ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇവിടെ അടുത്ത് വാഷ്റൂമും ഉണ്ട്, നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അല്പം കൂടി നേരത്തെ വരിക, അതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. മനോഹരമായ ഒരു സാധനം. അത് കോസ്റ്റ് ഗാർഡിന്റെ സംഭവം കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ബീച്ചിലെത്തിയെന്ന്. ആ, ഇവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ പരന്ന് കിടന്നതാണ് ബീച്ച്. ഇങ്ങനെയാണ് നമ്മൾ ബീച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്ന സീനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏകദേശം രാത്രി ഇപ്പൊ എത്ര മണിയായിട്ടുണ്ടാവും? ഒരു 8 മണിയെങ്കിലും ആയിട്ടുണ്ടോ? 8:30 ആയെന്നുണ്ട്. 8:30 ആയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള മലയാളികൾ ബാർബിക്യൂഒക്കെ ചെയ്ത് അടിച്ചുപൊളിക്കണമെന്നുണ്ടെങ്കിൽ ആ സംഭവം കൂടെ കൊണ്ടുവരണം. അവിടെ കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. പക്ഷെ വെള്ളം അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പക്ഷെ അവർ ബീറൊക്കെ അടിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ. വെള്ളം അടിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വെള്ളം അടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടക്കാം. അങ്ങനത്തെ നല്ല സൂപ്പർ സ്ഥലമാണ്. അതെ. എല്ലാ കുടിയന്മാരെയും എല്ലാ കുടിയെത്തികളെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അവിടേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, നീ അങ്ങോട്ട് നോക്ക്, അവിടെ അവർ ബാർബിക്യൂ ചെയ്യുന്നു. നീ ഇങ്ങോട്ട് നോക്ക്, അവർ വെള്ളമടിക്കുന്നു. മദ്യപാനത്തിനൊക്കെ എതിരാണ്. സോ ഞങ്ങൾ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എവിടെ നമ്മൾ വാങ്ങിച്ചാൽ അല്ല, നമ്മൾ വാങ്ങിച്ച അവിടെ ഡാൻസ് തന്നു. ബീട്രൂട്ട് ജ്യൂസ്, റെഡ് കളറുള്ള ഒരു ജ്യൂസ് ഞങ്ങൾ വാങ്ങിച്ചത്. കോക്ക് ബൺ എന്നാണ് എൻ്റെ പേര്. മിസ്റ്റർ അഭിലാഷ് ആളില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആളില്ലാത്ത സ്ഥലം. എടാ, ഇതില് എവിടെ ആളില്ലാത്ത എല്ലാ സ്ഥലത്തും ആളുകളുണ്ട്. അയ്യോ മതി. തിരിക്കുകയാണ് നല്ല സൂപ്പർ സ്ഥലം. ചേട്ടനെ കണ്ട ഞാൻ വേളാങ്കണ്ണി ഒന്ന് മുട്ടടിച്ച പോലെ ഉണ്ട്. വേളാങ്കണ്ണി മുട്ട. ചേട്ടൻ ആ ശരിയാ, മതിയാ. ആ ലേലൊക്കെ എന്തിട്ടാണോ നിന്റെ? ഇതെന്തിട്ടത്? മണ്ണ് കഞ്ഞിക്കയോ? മണ്ണ് മനുഷ്യർ. നിക്ക് നിക്ക് നിക്ക്. ഞങ്ങളിവിടെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെ 2 പേര് പോയിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. തിന്നാൻ കിട്ടിയത് 2 പേര് അതേ തിന്നുകൊണ്ടിരിക്കണം. ഇത് തീർത്തട്ടെ, ആ ടാസ്ക് തീർത്തട്ടെ അവർ തീർന്നു.
ചെയ്തിരുന്നു. ഇവിടെ നല്ല രസമാട്ടോ. അത് ഇവിടെ ഈ പോകുന്ന ഭാഗത്ത് നിറച്ച് നന്നായിട്ട് ആഴമുണ്ട്. എന്താ പിള്ളേർ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ കുറച്ച് ഇങ്ങനെ മണൽ ഉണ്ട്. മണൽ ഇവിടെ ഈ ഭാഗത്ത് നല്ലല്ല ഒരു മുട്ടിൻ്റെ ഒക്കെ അത്രയ്ക്കും വെള്ളമുള്ള ആഴം. നമുക്ക് സ്വിമ്മൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ. അത് കേട്ടാ ആ പിള്ളേർ നിൽക്കുന്ന സ്ഥലം മണൽ, ചേട്ട നിൽക്കുന്ന സ്ഥലം മണൽ. പ്രേക്ഷകരെ ഭാഗ്യമുണ്ടെങ്കിൽ ഒരാൾ തല കുത്തി വീഴുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇല്ല, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം, മിക്കതും ഞാൻ അതറിവ് വേണമെങ്കിൽ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, വീഡിയോ എടുത്തു. ഇവിടെ നമ്മള് ബ്രിട്ടാസ് ബേയില് നമ്മള് എല്ലാം ക്ലീനോ, പേസ്റ്റിൻ്റെ മാത്രമല്ല ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കടലിൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ കുളിക്കാൻ നല്ല വെള്ളമുണ്ട്. ഇവിടെ പൈപ്പിൽ കുളിക്കാം. പിന്നെ വാഷ്റൂമുണ്ട്, ഇവിടെ വെള്ളമുണ്ട്. ഞങ്ങൾ ബ്രിട്ടാസ് ബേ കണ്ട് തിരിച്ചു പോവുകയാണ്. രാത്രി 10:15. 10:15. 6:30 നമ്മൾ 10:15. നമ്മൾ അല്പം കൂടി നേരത്തെ ഒത്തിരി സമയം കിട്ടിയാണ്.